നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. കുട്ടിക്കാലത്ത് വീടിൻ്റെ സമീപത്ത് ആയുർവേദ ഗ്രാമത്തിൽ വന്ന വിദേശികൾക്ക് സ്ഥലകാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നീട് ടൂറിസ്റ്റ് ഗൈഡായി മാറിയ കഥയാണ് മറുനാടും മലനാടിലും ഇന്ന് ആദ്യം നാം കേൾക്കുന്നത്. സുനിൽ സത്യൻ, അദ്ദേഹം ദുബായിൽ ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്തു, പിന്നീട് ടൂറിസം ബിസിനസ്സും ചെയ്യുന്നു. ആ വിശേഷങ്ങൾ. ഹായ്, എൻ്റെ പേര് സുനിൽ. ഞാൻ ദുബായിൽ ഒരു 12 ഇയേഴ്സായി. ഇവിടെ ഇപ്പോൾ ഒരു ടൂർ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടൂർ കമ്പനിയുടെ പേര് മിലാൻ ടൂർസ്. മിലാൻ എന്ന് പറയും ഇറ്റലിയിലത്തെ മിലാൻ അല്ല, എൻ്റെ മോൻ്റെ പേരാണ് മിലാൻ എന്ന് പറയും. മിലാൻ ടൂർസ്. ഐ എം ബേസിക്കലി ആക്ച്വലി ഫ്രം തൃശ്ശൂരാണ്. തൃശ്ശൂർ ചാവക്കാട്, നിങ്ങളെല്ലാം അറിയും. ചാവക്കാട് മിനി ഗൾഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും ഇപ്പോൾ ഒരു പ്രവാസിയാണ്. മറ്റുള്ളവരുടെ പോലെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്ന് സക്സസ് ആവണം, ബിസിനസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തി എന്ന് വിചാരിക്കണം. എല്ലാ ചെറുപ്പക്കാരെ പോലെ എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം, നല്ലൊരു സ്റ്റാറ്റസ് വേണം. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ദുബായ് നമ്മൾ ഒരുപാട് പിക്ചേഴ്സും ഒരുപാട് TV-യിൽ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിരുന്നു. അപ്പോൾ ദുബായിൽ പോകണം. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ദുബായ് ആണ് ബെസ്റ്റ് പ്ലേസ് എന്ന് എല്ലാവരും പറയും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സാധാരണ ഒരു ജോലിയാണ്. ഒരു ദിവസം 1000 ദിർഹംസ് ആയിരുന്നു എൻ്റെ ഒരു ഇൻകം, അന്നത്തെ ഇൻകം. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ. എനിക്ക് പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഗൈഡ് ആവണം എന്നുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ തൊട്ട വീടെന്ന് പറയുന്നത് കളരി സംഘമാണ്, വല്ലഭട്ട കളരി സംഘം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടാവും ഒരുപാട് ചാനൽ. വല്ലഭട്ട കളരി സംഘം, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഇവരെ കൂടെ നടന്ന് ഇവർക്ക് എൻ്റെ ഉള്ള സ്ഥലം കാണിച്ചു കൊടുക്കൽ എൻ്റെ ജോലി അന്ന്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ, ദുബായിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു തന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു, ലൈസൻസ് കിട്ടി. അങ്ങനെ ഞാൻ ഫ്രീലാൻസ് ടൂറിസ്റ്റ് ഗൈഡായി. അതിന് നമുക്ക് ലൈസൻസ് വേണം. അത് DTCM, അതായത് ദുബായ് ടൂറിസം കൊമേഴ്സ്യൽ മാർക്കറ്റിംഗ്. അവിടെ നമ്മളൊരു കോഴ്സ് ഉണ്ട്, 10 ഡേയ്സിൻ്റെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് സക്സസ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ ലൈസൻസ് ചെയ്യും. അന്ന് ഒരുപാട് ആളുകളൊന്നും ഇല്ല ഇതിൽ. ഒരു 2004 ആയിരുന്നു. ഒരുപാട് ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ ഫീൽഡിൽ. ഇൻ്റർനെറ്റിൽ ഒരുപാട് നമ്മൾ ചിലവഴിക്കും സമയങ്ങളൊക്കെ. ഒരുപാട് സമയങ്ങൾ ഇൻ്റർനെറ്റിൽ ചിലവഴിച്ച് എങ്ങനെയാണ് ഫ്രീലാൻസ് പ്രൈവറ്റ് ഗൈഡ്സ് വർക്ക് ചെയ്യണത് അതൊക്കെ പഠിച്ച് ഒരു കമ്പനി എനിക്ക് കിട്ടി. കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. അതിൻ്റെ പേര് ടൂർസ് ബൈസ് ലോക്കൽസ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും വെബ്സൈറ്റിൽ, ഒരുപാട് പോപ്പുലറാണ്. ഈ ടൂർസ് ബൈസ് ലോക്കൽസിൽ നമ്മൾ ജോയിൻ ചെയ്തു. അത് ടൂർസ് ബൈ ലോക്കൽസ്, അതായത് അവിടുത്തെ ആളുകൾക്ക് ടൂർ ചെയ്യുക എന്നുള്ളതാണ്. അത് അവർക്ക് അന്ന് കുറച്ച് ഗൈഡ്, ഒരു 89 ഗൈഡ് ഉണ്ടായിരുന്നുള്ളൂ ഓൾ ഓവർ ദ വേൾഡ്. അവർ ഒരു കനേഡിയൻ കമ്പനിയാണ്. അവർ ഒരുപാട് ഗൈഡ്സിനെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും ഓൾ ഓവർ ദ വേൾഡ്. എല്ലാ ഭാഗത്തുനിന്നുള്ള ക്ലയൻസുകളും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ നമുക്ക് വർക്ക് പിടിക്കാം, എങ്ങനെയാണ് ടൂർസ് ബൈസ് ലോക്കൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഒരു എയിം അതേപോലെ ഒരു വെബ്സൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ദുബായിൽ നിന്ന് ഉള്ള ഞാൻ 2 കൊല്ലം നമ്പർ 1 ഗൈഡ്സ്
ഇൻ ദ വേൾഡ്. പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പ്രൈവറ്റ് ഗൈഡ്സിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ഈ പ്രൈവറ്റ് ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ടൂർ മാത്രമേ ചെയ്യുള്ളൂ. ഒരുപാട് ഷെയറിങ് ഗ്രൂപ്പ് ടൂർ നമ്മൾ ചെയ്യാറില്ല. അത് ഫാമിലി വരുന്നത്, അതായത് 2 പേര് 3 പേര് 4 പേര് അവർക്ക് പ്രൈവറ്റ് അവരെ ഐറ്റിനറി കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് എങ്ങനെയാണ് സിറ്റി ചില ആളുകൾ ഇവിടെ ഷോപ്പിങ്ങിന് മാത്രം വരുന്നവരുണ്ട്, ചില ആളുകൾ സിറ്റി കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, ചില ആളുകൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ അത് പല പല ടൈപ്പ് ആളുകളും. അങ്ങനെ അവിടെ നിന്നാണ് നമുക്കൊരു പ്രചോദനം കിട്ടിയത് എങ്ങനെ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്, ടൂർ സ്പൈസ് ലോക്കൽസ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതിൻ്റെ പേരാണ് ദുബായ് പ്രൈവറ്റ് ടൂർ, ദുബായിലെ പ്രൈവറ്റ് ടൂർ .com. നമുക്കൊരു ടെൻഷനില്ല. പുതിയ ആളുകൾ, നിങ്ങൾക്ക് ആ ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അവരെ കുറിച്ചിട്ട്. ഇപ്പോൾ ഈ വണ്ടികൾ എന്നൊക്കെ ഇപ്പോൾ നമ്മളെ അടുത്തുള്ള കാറുണ്ടല്ലോ, ഇത് ചില രാജ്യങ്ങൾക്ക് അവർക്ക് കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര കൊതി. ഈവൻ യൂറോപ്യൻസ് ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ. അവരിവിടെ വരുമ്പോൾ അവർക്കിത് കാണാനുള്ള പിക്ചർ എടുക്കാനുള്ളൊരു നമുക്കൊരു കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് നിർത്തി അതിനെ പിക്ചർ എടുത്ത് കൊടുത്ത്. പിന്നെ ലംബോർഗിനി ഫെറാറി, ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം ലംബോർഗിനികളുണ്ട്. അങ്ങനെ നമ്മൾ ദുബായ് പ്രൈവറ്റ് ടൂർ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ സബീൽ എന്ന് പറഞ്ഞ ഏരിയയാണ്. റൈറ്റിൽ കുറച്ച് വില്ലകൾ കണ്ടോ. ഇതൊന്നും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവരാരും സിറ്റി ടൂർ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? എക്സ്പെൻസീവാണ്. പക്ഷേ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആദ്യം ഒരു ഗൈഡിനെ വിളിച്ചിട്ട് അവിടുത്തെ ടൂർ നമ്മൾ ചെയ്യണം. ആ സിറ്റി എന്താണെന്ന് അറിയണം. ഇതിവിടെ വന്ന് ഒരു മോളിലേക്ക് കൊണ്ടുപോയി അവർ വന്ന് ഒരു 10 ദിവസം വെക്കേഷന് വരും. അത് കഴിഞ്ഞാൽ 8 ദിവസം വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് പിന്നെ ബാക്കിയുള്ള ദിവസം ഷോപ്പിംഗ് മോളിൽ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയണമല്ല. അതിന് മുന്നേ ആദ്യം നമ്മൾ സിറ്റീനെ കുറിച്ചൊരു ഐഡിയ ആണ്. ഒരു നല്ലൊരു ഗൈഡിനെ, പ്രൈവറ്റ് ഗൈഡിനെ, ലൈസൻസ് ഗൈഡിനെ ഹയർ ചെയ്ത് സിറ്റി ഒന്ന് നന്നായി കാണുക. ആ കാണുന്ന ബിൽഡിംഗ് എന്താണെന്ന് അറിയാം. ഇതെന്താണ്? ഗോൾഫ് ബോൾ. അതൊന്നും ആരും ചോദിക്കില്ല. എന്താണ് അതിൻ്റെ മുകളിൽ ഒരു ഗോൾഫ് ബോളാണ് ആ കാണുന്നത്, കണ്ടോ? അത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ചില ആളുകൾ പറയാം അതിൻ്റെ ആൻറ്റിനാണ്. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതാണ് ഗോൾഫ് ബോൾ. ബ്യൂട്ടിഫുൾ സിറ്റി, നോ പുവർ പീപ്പിൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് നമ്മുടെ ഈ ബിസിനസ് സക്സസ് ആവാനായിട്ട്. മോർ ദാൻ 1500 കമ്പനീസ് ദുബായിലുണ്ട്, ഈ ടൂറിസം കമ്പനി. എൻ്റെ ഈ ഒരൊറ്റ വെബ്സൈറ്റ് ഞാൻ തുടങ്ങിയ എൻ്റെ ദുബായ് പ്രൈവറ്റ് ഒരു 6 മാസക്കാലം നമ്പർ 1 റാങ്കായിട്ട് നിന്നിരുന്നു. നമ്പർ 1 ദുബായിലെ നമ്പർ 1 കമ്പനി. ദുബായിലെ നമ്പർ 1 കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏറ്റവും വലിയ കമ്പനി, ഏറ്റവും കൂടുതൽ സ്റ്റാഫ്. അതല്ല. ദുബായിലെ നമ്പർ 1. നമ്മൾ വേൾഡിലെ കൂടുതൽ സർവീസ് കൊടുത്തത്. ഇത് സർവീസ് ഇൻഡസ്ട്രിയാണ്. ആളുകൾ നോക്കുക സർവീസാണ്. അങ്ങനെയാണ് നമ്മൾ ഈ റാങ്കിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ നമ്പർ 1 റാങ്കിൽ ഒരു 6 മാസത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് വേറെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് വർക്കുകളായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ കമ്പനി തുടങ്ങാനുള്ള മിലൻ ടൂർസ് എന്നൊരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു ടൂറിസം കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $150,000 ആവശ്യമുണ്ട് നമുക്ക്, വിച്ച് ഈസ് അബൌട്ട് അറൗണ്ട് 500,000 dirhams. നമ്മൾ പ്രോപ്പർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമുക്കിവിടെ ഒരു ഏജൻ്റ് ഉണ്ട്, എനിക്ക് ഒരു സ്റ്റാഫുണ്ട്. ഫോർ എക്സാമ്പിൾ കസാഖിസ്ഥാൻ ഓ സ്പെയിൻ, ആ ഒരു ഏജൻറ്റ് എനിക്കിവിടെ ഓപ്പറേഷനിൽ ഒരാളുണ്ട്. പുള്ളി അവിടുത്തെ മാർക്കറ്റ് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ അവിടെ പോയി നമ്മളവിടെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ക്ലയൻറ്റായിട്ട് മീറ്റ് ചെയ്ത് അവർ നമ്മൾക്ക് ഓക്കെ ഞങ്ങൾ ഹാപ്പിയാണ് നിങ്ങളുടെ സർവീസിൽ. ഹാപ്പി സർവീസ് മീൻസ് ലൈക്ക് സർവീസ് മാത്രം പോരാ, നമ്മൾ ഹോട്ടൽ കോട്ടേണോ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പിയാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ വി വിൽ ലെറ്റ് മീ ട്രൈ. അവരെ ഒരു ഗ്രൂപ്പിനെ സെൻഡ് ചെയ്യുമോ അതല്ലെങ്കിൽ ഒരു 10 പാക്സ് ഒക്കെ സെൻഡ് ചെയ്യും. നമ്മൾ അവരെ കാര്യങ്ങൾ ഭംഗിയായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കീപ് സെൻഡിങ്. പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കൊടുക്കേണ്ടത്. നമ്മളിവിടെ ഹോട്ടൽ ബുക്കിംഗ്, വിസ സർവീസ്, പിന്നെന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിറ്റി ടൂർസ്, അത് നമ്മൾ പാക്കേജ് ആയിട്ട് കൊടുക്കുക. 3 days പാക്കേജ്, 4 days അവരൊക്കെ എത്ര ദിവസം ഉണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടുന്ന് പിക്ക് ചെയ്ത് ഇവിടുത്തെ എന്തൊക്കെയാണ് വേണ്ടത് അറേഞ്ച്, ഇപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് അതിനെ ഹെൽപ്പ് ചെയ്ത് ലഞ്ച് ഡിന്നർ, അത് ഏതൊക്കെ ഹോട്ടലിൽ ഏതൊക്കെ വെറൈറ്റി ലഞ്ച് വേണം, ഏതൊക്കെ വെറൈറ്റി ഡിന്നർ വേണം, അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് പിന്നെ സിറ്റി ടൂർ, ഒരു സഫാരി ഇപ്പോൾ ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം. ഒരു 3 nights ഉണ്ടായാൽ ദുബായ് മൊത്തം കാണാം.
ആക്ടിവിറ്റീസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗിൽ ഒരു സിറ്റി ടൂർ ചെയ്യുക, വൈകിട്ടാകുമ്പോൾ ഒരു സഫാരി ഡെസേഴ്സ് ഒരു 6 hour പ്രോഗ്രാമാണ്, ഡിന്നർ അടക്കം സഫാരി. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ടി വിയിലൊക്കെ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഒരു ഷോപ്പിംഗ് ടൂറ്. അത് ഷോപ്പിംഗ് ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്പെൻസീവ് ഷോപ്പിംഗ് മോളിൽ പോയിട്ടല്ല, ഒരുപാട് സൂക്കുണ്ട് ഇവിടെ, മാർക്കറ്റുകളുണ്ട് ഇവിടെ, അവിടെ പോയിട്ട് നോർമൽ ഷോപ്പിംഗ് ചെയ്യാം. മിലൻ ടൂർസ് ആക്ച്വലി നമ്മൾക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെ ഇതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സക്സസ് ആകാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പല ഡിഫറെൻറ്റ് നാഷണാലിറ്റീസാണ്. ഒരു ഏകദേശം ഒരു 7 രാജ്യത്തെ ആളുകൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലി കൊടുക്കാൻ പറ്റും. അവർക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് ജോലിക്കുള്ള വേക്കൻ്റ് ഉണ്ട് നമുക്ക്. ഡ്രൈവേഴ്സായിട്ടും പിന്നെ ഗൈഡുകളായിട്ട് നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. ഗൈഡായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് മസ്റ്റായിരിക്കണം. ലാംഗ്വേജ് ഇപ്പോൾ ഒരുപാട് ഗൈഡ് മാർക്കറ്റിലാണുള്ളത്. മലയാളികൾക്ക് ട്രൈ ചെയ്യാം. ഒരുപാട് നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ടൂർ ഗൈഡ് ജോബിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഈ ദുബായിൽ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കി എന്തിനാണ് ആർക്ക് വേണ്ടി ഉണ്ടാക്കണം? നമ്മളെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമാണ് വേണ്ടത്. നമ്മുടെ ഫാമിലി ഉള്ള സന്തോഷം. നമ്മുടെ ഫാമിലിനായിട്ട് ഒരു ട്രിപ്പ് എവിടെ ദുബായിൽ പോവുക, ഒരു ട്രിപ്പ് നമ്മുടെ കേരളത്തിൽ ഊട്ടിയിലും കൊച്ചിയിലും മൂന്നാറിലും പോകുന്നതിന് പകരം ആ ഫാമിലിയുടെ കൂടെ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്ത്, അതല്ല ഇപ്പോൾ ദുബായിൽ തന്നെ വരണമെന്നില്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 150 രാജ്യം എനിക്ക് സഞ്ചരിക്കണം എന്നുള്ള ഒരു എയിമാണ് നമുക്ക്. അതിനെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അതൊക്കെ കവർ ചെയ്യണമെന്നാണ് എനിക്ക്. നമ്മളാവശ്യം സമ്പാദിക്കലല്ല, നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം. ഹായ്, നമ്മളിപ്പോൾ ബാംഗ്ലൂരു ഈജിപുരയിലെ ഒരു വീട്ടിലാണ്. ഈ വീടിൻ്റെ നാഥൻ ശ്രീ ഷാജി ടോം. അദ്ദേഹം എൽറോയ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ബാംഗ്ലൂരിലെ പ്രമുഖമായൊരു സ്ഥാപനമാണ്. പക്ഷേ ഒരു ബിസിനസ്മാൻ എന്ന നിലയിലല്ല നമ്മൾ അദ്ദേഹത്തിനെ അറിയേണ്ടത്. നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർണാടകയിലെ ഒരു കിടുവാണ്. കാരണം കോൺഗ്രസ് പാർട്ടി, ഇവിടെ ജയ് കർണാടക, പിന്നെ ഒരുപിടി കൾച്ചറൽ അസോസിയേഷൻസ്, ഇവിടെയൊക്കെ മലയാളി അസോസിയേഷൻസ്, ക്രിസ്ത്യൻ അസോസിയേഷൻ, അങ്ങനെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പല പ്രസ്ഥാനങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 2 അരിമ മക്കളും ഒരു ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ തുടക്കത്തിൽ എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു. സത്യത്തിൽ സാർ കിടുവാണോ? ഞാൻ കിടുവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മാക്സിമം ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമായി. ഈ 30 വർഷത്തിനുള്ള മലയാളി സംഘടനയായിട്ടും മറ്റുള്ള കർണാടകത്തിലെ പല സംഘടനയായിട്ടും ഒത്തിരി നേതാക്കന്മാരായിട്ടും കർണാടകത്തിലെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുമെല്ലാം ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. പയ്യന്നൂരല്ലേ നാട്? പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ചെറുപുഴ എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. 30 വർഷത്തിന് മുമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം അവിടെ നിന്ന് ആരെങ്കിലും ഓടിച്ചു വിട്ടോ? ഇല്ല, ഓടിച്ചതല്ല. അങ്ങനെ ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ടൂറിലായിട്ട് വന്നതാണ്. അതെ, ചെറിയൊരു ടൂറായിട്ട് വന്നതാണ്. അല്ല, ഈ ചിലപ്പോൾ ഈ അവിടെ നാട്ടിൽ ഞാൻ ചോദിച്ചതിനകത്തൊരു കാരണം, ചില രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ അച്ഛനമ്മയും പറയും നീ നാട് വിടുന്നതാണ് നല്ലത്, ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല, അങ്ങനെയല്ല. ഞാൻ അങ്ങനെയെന്ന് വെച്ചാൽ ഒരു ചെറിയ ടൂറായിട്ട് ഒരു ചെറിയ സ്ഥലങ്ങളെല്ലാം കാണാമെന്ന് വെച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യമൊക്കെ പല ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ പല സംഘടനകളിൽ ഇവിടുത്തെ ഇപ്പം ബാംഗ്ലൂർ മലയാളി ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ നമ്മളിവിടുത്തെ ഇപ്പോഴത്തെ നമ്മളുടെ കോൺഗ്രസ് സെല്ലിൻ്റെ മൈനോറിറ്റീൻ്റെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഇപ്പം അടുത്തതുകൊണ്ട് ഇപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പിന്നെ DCC മെമ്പറാണ്. പിന്നെ മറ്റുള്ള ഒത്തിരി സംഘടനകൾ വേറെയുള്ള കേരള സമാജമാകട്ടെ, സുവർണ്ണ കർണാടകത്തെ ഒരുപാട് എല്ലാ സംഘടനയിലും ആൾക്കാരായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു സാമൂഹ്യ ജീവിയാണ്. അതെ. എങ്ങനെ ഈ സമൂഹത്തിൽ തന്നെ വീട്ടിലിരിക്കാതെ സമൂഹത്തിൽ കറങ്ങി നടക്കണമെന്ന് കാര്യം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്? ഭാര്യയുടെ ഭാഗത്തൊന്നുമല്ല? ഇല്ല, വീട്ടിലെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ എണീക്കുന്നതിന് മുന്നേ പലരും വിസിറ്റേഴ്സ് വരാറുണ്ട്. അവർ പല കാര്യങ്ങളും പറയാറുണ്ട്, അതിലെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു ബസ് റൂട്ടിനെ കുറിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. എത്രയും പെട്ടെന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കും നമ്മൾ. നമസ്കാരം. നമസ്കാരം. ഞാൻ കന്നഡയിലല്ലേ സംസാരിച്ചത്?
ഞാൻ ഇവിടെ വന്ന് പഠിച്ച ഏറ്റവും ആദ്യത്തെ കന്നഡ വാക്ക് നമസ്കാര. ഒരു പൂജ്യം എടുത്ത് കളയേണ്ട അതെ കാര്യമില്ലല്ലോ. അതെ, അപ്പം ഞാൻ നമസ്കാരം എന്ന് പറയും. ശരി. പേരെന്താ? സാലി. എത്ര? സാലിക്കോ? സാലി. സാലി. എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? 21. 21 വർഷമായിട്ട് ബാംഗ്ലൂർ സ്ഥിരതാമസമാണ്. അതെ. നാട് പയ്യന്നൂരാണോ? ഞാൻ ജനിച്ചത് വളർന്നത് പാലയ, ഭരണങ്ങാനം. കോട്ടയം. കോട്ടയം. പയ്യന്നൂരിൽ നിന്ന് കോട്ടയത്തേക്ക് എങ്ങനെ എത്തി? ഇല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ കാസർഗോഡേക്ക് വന്നു. അവിടുന്ന് ശരി. അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നതും അതെ അതെ ഇവിടെ വരുന്നതും. ഇവിടെ വന്നിട്ട് വല്ല ജോലി വല്ലതും ചെയ്തിട്ടുണ്ടോ, അതോ വീട്ടമ്മയായിട്ട് തന്നെ ഇരിക്കുകയാണോ? വീട്ടമ്മയായിട്ട്. സാറ് പറഞ്ഞു ജോലിയൊന്നും ചെയ്യണ്ട, വീട്ടിൽ ജോലി ചെയ്താൽ മതി. അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. പിന്നെ കുട്ടികളെ മക്കളെ നോക്കുക എന്നുള്ളതാണ് എല്ലാ സ്ത്രീകളുടെയും പ്രധാന കർത്തവ്യം അല്ലേ? അത് ഭംഗിയായിട്ട് നോക്കി. ഞാൻ അവരോട് ചോദിക്കാൻ നോക്കിയില്ല. മോനെ പേരെന്താ? ആകാശ് തോമസ്. ആകാശ് തോമസ്. ആകാശ് തോമസ്. ആകാശ് ഇപ്പം എന്താ പഠിക്കുന്നത്? ഞാനിപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ BBM. BBM ഇവിടെ ബാംഗ്ലൂർ. ജനിച്ചതും എല്ലാം ഇവിടെ വളർന്നതും. തന്നെ. അപ്പോൾ മാതൃഭാഷ മലയാളം എന്ന് പറയുമോ കന്നഡ എന്ന് പറയുമോ? രണ്ടും പറയാം. രണ്ടും പറയാൻ കുഴപ്പമില്ല. ഇപ്പം എത്ര ഭാഷകൾ സംസാരിക്കാൻ പറ്റുമോ ഇപ്പം? ഞാൻ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്, പിന്നെ തെലുഗു കുറച്ച്. തെലുഗു ശരിക്കും മനസ്സിലാവും, പക്ഷേ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഹെർമൻ കുണ്ടറ്റിന് ശേഷം ആകാശ് തോമസ് ആണ് ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആള്. ശരി. ഇവിടുത്തെ ജീവിതം നാട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേന് എങ്ങനെയാണ്? അവിടെ ബോറാണോ ഇവിടെ ബോറാണോ? ബോറല്ല, ഇവിടെ ജനിച്ചു വളർന്നു കൊണ്ട് അവിടെ ഒരു 1 വീക്ക് ഒരു എൻജോയ്മെന്റ് അത്ര തന്നെ. പിന്നെ ഇവിടെ തന്നെ റിട്ടേൺ. അവിടെ ഒരു ലെഷർ ട്രിപ്പിന് പോവാണ്. ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. പേര്? കാജൽ. കാജൽ. കാജൽ അഗർവാൾ. കാജൽ എലിസബത്ത്. കാജൽ എലിസബത്ത്. ഓക്കെ. എന്താണ് കാജൽ എന്ന് പറഞ്ഞാൽ? കൺമഷി. കൺമഷി. ഓക്കെ. എന്ത് പഠിക്കുന്നു ഇപ്പം? ഞാൻ ഇപ്പം ഫസ്റ്റ് ഇയർ BCom ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ, കുറച്ചടുത്ത്. ഇവിടെ ജനിച്ചു വളർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള കർണാടകയാണ് ഇഷ്ടം, കേരളയാണ് ഇഷ്ടം? ജനിച്ചത് ഞാൻ കേരളത്തിലാണ്, അതുകൊണ്ട് കേരളത്തിനോട് സ്നേഹമുണ്ട്. വളർന്നത് ഇവിടെയാ, ഇവിടെ പപ്പയുടെ ജോലി, എൻ്റെ പഠിത്തം. സോ വളർത്തിയത് കർണാടക. സോ രണ്ടും ഒരുപോലെ ഇഷ്ടം തന്നെയാണ്. ഇനി വേറെ എവിടെയെങ്കിലും കുറച്ചാൾ കഴിഞ്ഞ് ജോലി കിട്ടിയാൽ വല്ലതും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇനി അവിടെയും ഇഷ്ടമാണെന്ന് പറയും അല്ലേ? ഇവിടെ ചെന്നാലും അതിനനുസരിച്ച് അങ്ങ് നിന്നോളും. കള്ളം പറഞ്ഞാലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏത് സ്ഥലമാണ് ഇഷ്ടം? എല്ലാം ഈശോയുടെ സൃഷ്ടി തന്നെയല്ലേ. സോ എവിടെ പോയാലും നമ്മൾ മലയാളികളുണ്ട്, മനുഷ്യരുണ്ട്. സോ ജീവിക്കാമല്ലോ, കുഴപ്പമില്ല. എന്നാലൊരു കാര്യം, അടുത്ത മംഗൾ ഞാൻ വിടുമ്പോൾ ചൊവ്വയിലോട്ട് കയറ്റി വിടട്ടെ. മനുഷ്യര് ഇല്ലല്ലോ, പുറകിന് വന്നോളാം. ഇനി സാറിലേക്കാണ് വീണ്ടും വരുന്നത്. ഇവിടുത്തെ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഭാരതത്തിന് മൊത്തത്തിൽ ഒരു മൂല്യം, നല്ല മൂല്യമുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിന്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കർണാടകയുടെ രീതികളും കർണാടകത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും ഒക്കെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ വളരെ ബുദ്ധിശാലികളും വിദ്യാസമ്പന്നരുമാണ്. കർണാടകത്തിൽ പല സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും തന്നെ ഫുള്ള് തിരക്കാവുകയാണ്. അവരുടെ ജോലിയിൽ വ്യാപൃതരാകുകയാണ്. അവർ എങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടത്, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, ചെറിയൊരു പ്രശ്നങ്ങൾ കണ്ടാലും കണ്ടില്ലെന്ന രീതിയിൽ അവർ പോകുന്നു. പക്ഷേ കേരളത്തിലാണെങ്കിൽ എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം, വേണ്ടാത്ത പ്രശ്നമാണ്, ചെറിയൊരു പ്രശ്നം കണ്ടാൽ അത് എങ്ങനെ വലുതാക്കി അതിൻ്റെ പുറകെ നടന്ന് എങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. കേരള പോപ്പുലേഷൻ കർണാടകത്തിൽ വളരെ കൂടുതലാണ്, എസ്പെഷ്യലി ബാംഗ്ലൂർ. എന്താണ് ഒരു ബാംഗ്ലൂർ അവരുടെ ഒരു അടുത്ത ഒരു കരിയർ കണ്ടെത്താനുള്ളൊരു സ്ഥലമായിട്ട് അവർ കണ്ടെത്തുന്നത്, അത് തിരഞ്ഞെടുക്കുന്നത്? ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഇവിടുത്തെ കാലാവസ്ഥ നല്ല ഇതാണ്. പിന്നെ ഏത് രീതിയിലുള്ള ആൾക്കാരും ജീവിക്കാൻ പറ്റുമൊരു ഇതാണ്. രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണമാണെങ്കിൽ എല്ലാവരും ഇപ്പം കേരളീസാണ്, കേരള സ്റ്റൈൽ ഫുഡുണ്ട്, കുറഞ്ഞ റേറ്റിലുള്ള ഭക്ഷണമുണ്ട്, ഹൈ ലെവലിൽ ജീവിക്കാൻ പറ്റും. ആ ഒരു ഇതിലേക്ക് പോകുന്നത്. പിന്നെ എന്താ വെച്ചാൽ എന്ത് ബിസിനസ് ചെയ്യാലും ഇവിടെ വിജയിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, മലയാളീസിൽ ഇഷ്ടംപടി ഒത്തിരി മലയാളികൾ ഇവിടെ വന്നിട്ട് എന്താ പറയേണ്ടത്, അവരുടെ റിലേറ്റീവിനെ കാണാനായിട്ടും അല്ലെങ്കിൽ പഠിക്കാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ ടൂറായിട്ടും വന്നവരുണ്ടോ, ഇല്ലെങ്കിൽ പല ആൾക്കാരും ഇപ്പം അവർ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ പഠിക്കാൻ വന്ന പല കുട്ടികളും ഇവിടെ വന്നിട്ട് അവർ തന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ ഇവിടെ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ കല്യാണം എല്ലാം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്.
പക്ഷേ എല്ലാ തരം ആൾക്കാരും ജീവിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഇതാണ് ഇവിടുത്തെ. വീട്ടമ്മ എന്ന നിലയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടുത്തെ ജീവിത രീതി സ്ത്രീകൾ ഏറെക്കുറെ സുരക്ഷിതരാണോ അതോ അരക്ഷിതാവസ്ഥയുണ്ടോ? നാട്ടിലുള്ളതിനേക്കാളും സുരക്ഷിതത്വം സ്ത്രീകൾക്ക് ഇവിടെ തന്നെയാണ്. വെച്ചാൽ ഒത്തിരി സ്ത്രീകൾ ലേഡീസൊക്കെ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് രാത്രിയിൽ 12 മണി 1 മണി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ പോലെയുള്ള ഒരു ഇതൊന്നും ഇവിടെ അത്ര കേൾക്കാറില്ല. മറുനാട്ടിലെ മലയാളികളുടെ വീട്ടിൽ പോകുമ്പോൾ അവർ മലയാളം കൈവിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റില്ലാതെന്ന് പറയണം. ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ആലലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. അവരെന്തോ ആവട്ടെ, ഞാനിപ്പോൾ സമയം വിശ്രമിക്കുകയാണ്. എനിക്ക് ആരെങ്കിലും ഇച്ചിരി വെള്ളം തന്നെ ഞാൻ കുടിക്കും. നിങ്ങൾ തുടങ്ങിക്കോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആടലോടകത്തിന്റെ ഇല തിന്നാൻ ആന അലറലോട് അലറൽ. ആടലോടകത്തിന്റെ ഇല തിന്നാൻ ആന അലറലോട് അലറൽ. ആടലോടകത്തിന്റെ ഇല തിന്നാൻ ആന അലറലോട് അലറൽ. ഇനി ആകാശം എന്ന് പറഞ്ഞ ആലലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറടോൾ ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറ. ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ഒരു ചെറിയ പ്രശ്നം അവിടെ. ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ശരി, ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ആടലോടകത്തിൻ്റെ ഇല തിന്നാൻ ആന അലറലോടലറൽ. ശരി, എന്തായാലും ഒരു പരുവത്തിനൊക്കെ ആക്കി എടുത്തു. ഇത്രയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചപ്പോൾ നിങ്ങളുടെ ഈ കുടുംബത്തോടൊപ്പം അലറൽ പ്രാക്ടീസ് ചെയ്യാൻ അലറൽ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ അവസരം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളത് വിനിയോഗിച്ചു. നിങ്ങളും അത് വിനിയോഗിച്ചു, അതായത് ആസ്വദിച്ചു എന്ന് വിചാരിക്കും. നമ്മുടെ മലയാള നാട് ഇന്ന് നേരിടുന്ന മാരകമായ വിപത്തുകളിൽ ഒന്ന് മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. ഇതുമൂലം കണ്ണീരിലാണ്ട ആത്മഹത്യയുടെ വക്കിലെത്തിയ കടക്കണിയിലായ എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകളുടെ കണ്ണീര്, ഇതിനെല്ലാം ഒരു ആശ്രയമാവുകയാണ് ശ്രീഭദ്ര ജ്യോതിഷ സേവാമഠം. ജ്യോതിഷം നോക്കാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളിൽ വീട്ടിലുണ്ടാകുന്ന ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടെ ലഹരി നിർത്തണം, അതിനെന്താണ് ജ്യോതിഷത്തിലൂടെ വഴി എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലുണ്ടായ ഒരു ഏറ്റവും വലിയൊരാഗ്രഹം, ജ്യോതിഷത്തിനെക്കാട്ടിയും വലുതാണ് ജീവിതത്തിൻ്റെ മനുഷ്യന് സമാധാനമാകുന്ന ലഹരി നിർത്തി കൊടുക്കണം. അതിന് ഈശ്വര ധർമ്മം എന്താണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു മരുന്നോ ഒന്നും കൊടുക്കാതെ മനുഷ്യജന്മത്തിൽ നിനക്ക് ഏറ്റവും വലുത് ഈശ്വരധർമ്മമാണ്. ഇന്നത്തേക്ക് 35 ദിവസമായി ഇതിൻ്റെ വന്നിട്ട് ഇന്ന് വരെ ചേട്ടായി മദ്യവെച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ നല്ല വിശ്വാസത്തോടു കൂടി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവന് പ്രകൃതിയിൽ ചെയ്യേണ്ടുന്ന നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അറിവ് കൊണ്ട് അവൻ എന്നെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നത് മാത്രമല്ല, എൻ്റെ അടുത്ത് കണ്ട് ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ലഹരി നിർത്തിപ്പോയി. അവരുടെയൊക്കെ വർത്തമാനം കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരിലുണ്ടായ വിശ്വാസമാണ് രണ്ടാമത് വരുന്നവരുടെ വിശ്വാസം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം 29 ദിവസമായി, ഇന്ന് 30ാമത്തെ ദിവസമാണ് ഇവിടെ വന്ന്. അപ്പോൾ തിരുമേനി അന്നേ പറഞ്ഞു വിട്ടു, വരണമെന്ന് നിർബന്ധമല്ല, വരണമെങ്കിൽ സന്തോഷകരമായ ന്യൂസും കൊണ്ടേ വരാവൂ. അത് പരിപൂർണമായി നിർത്തി, എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ആധ്യാത്മികതയിലും ധ്യാനത്തിലും പൂജയിലുമൊക്കെ ഊന്നിയ ഒരു വിശ്വാസത്തിൽ അർപ്പിച്ചിട്ടാണ്, മരുന്ന് കൊണ്ട് മാറ്റുന്നതിനപ്പുറം ചില വിശ്വാസങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹം ലഹരി വിമോചനം സാധ്യമാക്കുന്നത്. ഡെസർട്ടിലൂടെ ഫൺ ഡ്രൈവിന് പോകുന്ന നിരവധി വാഹനങ്ങളാണ് നമ്മുടെ പുറകിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൗതുക കാഴ്ചകൾ മലനാട്ടിലെത്തിക്കുന്നു. മറുനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുക, സമ്മാനങ്ങൾ നേടുക.